തൃശൂരിലെ പ്രമാദമായ പോട്ട ബാങ്ക് കവർച്ച കേസിൽ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് തൃശൂർ ഭാഗത്തേക്കാണ് എന്നാണ് കണ്ടെത്തൽ. ഇത് കേരള വിഷൻ ന്യൂസ് മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് ഈ വാർത്തയുടെ വഴിത്തിരിവ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി രക്ഷപ്പെട്ടത് എറണാകുളം ഭാഗത്തേക്ക് മറ്റുമാണ് എന്നുള്ള വാർത്തകൾക്കിടയിലാണ് പ്രതി രക്ഷപ്പെട്ടത്, ഉടൻ തന്നെ രക്ഷപ്പെട്ടു പോയത് തൃശൂർ ഭാഗത്തേക്കാണ് എന്നുള്ള കണ്ടെത്തൽ വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ് ആന്റണി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണല്ലോ തൃശൂരിലെ കേരള വിഷൻ ന്യൂസിന്റെ റിപ്പോർട്ടറായ അനീഷ് ആന്റണിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തൊക്കെയാണ് അതിന്റെ മറുവിവരങ്ങൾ? തീർച്ചയായും ബനേഷ്, അന്വേഷണം തൃശൂർ ഭാഗത്തേക്ക് ഇന്നലെ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഈ മോഷണശേഷം പ്രതി പോലീസിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനായിട്ടായി ആദ്യം എറണാകുളം ഭാഗത്തേക്കാണ് ഈ സ്കൂട്ടർ എടുത്ത് സഞ്ചരിച്ചത്. പിന്നീട് അങ്കമാലി ഭാഗത്ത് ഈ സമാന രീതിയിലുള്ള സ്കൂട്ടറും വസ്ത്രങ്ങളും അണിഞ്ഞ ഒരു ആളെ പോലീസ് കണ്ടെത്തി. പക്ഷേ പോലീസ് അയാളെ പിന്തുടർന്നു. ഒടുവിൽ അയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട ആള് അല്ല എന്ന് വ്യക്തമായി. ഇതോടെയാണ് പോലീസ് വീണ്ടും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ മുതിർന്നത്. അത് പരിശോധിച്ചപ്പോൾ പോലീസിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സ്കൂട്ടറിൽ സഞ്ചരിച്ചു, പിന്നീട് തിരികെ തൃശൂർ ഭാഗത്തേക്ക് പോയി എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഉൾപ്പെടെ പോലീസ് തൃശൂർ, പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചായി അന്വേഷണം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, വാളയാർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെ പോലീസ് പ്രതി സംസ്ഥാനം കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിൽ വലിയൊരു മോഷണം, പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഒരു മോഷണം നടന്നത്. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്ത് ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഇയാൾ ഹെൽമെറ്റ്, ഗ്ലൗസ്, ജാക്കറ്റ് ഒക്കെ ഉൾപ്പെടെ ധരിച്ച് ഒരു കാരണവശാലും ആളെ തിരിച്ചറിയാൻ പാടില്ല എന്നത് മുൻവിധിയോടെ കൂടി തന്നെ ബാങ്കിലേക്ക് എത്തുന്നതും. ഈ സമയത്ത് ബാങ്കിന് പുറത്ത് ഭക്ഷണം കഴിക്കുന്ന മുറിക്ക് പുറത്തുണ്ടായിരുന്ന മാനേജരും ഒരു ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഈ മറ്റു ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്ക് മാറ്റി മുറി പുറത്തു നിന്ന് അടച്ച ശേഷം ക്യാഷ് കൗണ്ടർ തകർത്ത് 45 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ആ സമയത്തുണ്ടായിരുന്നു. ഇതിൽ 3 ബണ്ടിലുകൾ, 500 രൂപയുടെ 3 ബണ്ടിലുകൾ ആണ് പ്രതി അവിടെ നിന്ന് മോഷിച്ചത്. അതായത് 15 ലക്ഷം രൂപയാണ് പ്രതി മോഷിച്ചത്. ഉടൻ ശരവേഗത്തിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി സ്കൂട്ടർ എടുത്ത് ആദ്യം എറണാകുളം ഭാഗത്തേക്ക് പോയി. ഈ നിമിഷം വരെ പ്രതി രക്ഷപ്പെട്ടത് എറണാകുളം ഭാഗത്തേക്ക് ആണെന്നായിരുന്നു ധാരണ. പക്ഷേ പോലീസ് ഈ കാര്യം ഇന്നലെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പ്രതി പോലീസിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ തൃശൂർ ഭാഗത്തേക്ക്, ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ച പ്രതി വീണ്ടും തൃശൂർ ഭാഗത്തേക്ക് പോയിരിക്കുന്ന അതീവ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു മോഷ്ടാവ് ആണെന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. പ്രതി ഹിന്ദി സംസാരിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്തകളെല്ലാം ഇന്നലെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു അന്വേഷണവും, അതായത് ഇതര സംസ്ഥാനക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതേസമയം റൂറൽ SP ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഹിന്ദി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾ ഹിന്ദിക്കാരനാകണമെന്നില്ല, അതും അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹിന്ദിയിൽ സംസാരിച്ചതായിരിക്കാം എന്നൊരു നിഗമനവും ഒരു കണക്കുകൂട്ടലും പോലീസിനുണ്ട്. വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് ആണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ്. വിവിധ പോലീസ് സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ വടക്കൻ, അതായത് തൃശ്ശൂരിന്റെ വടക്കൻ ഭാഗത്തേക്കുള്ള വിവിധ സ്റ്റേഷനുകളിലെ ജീവനക്കാരെ പോലീസുകാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ചെക്ക് പോസ്റ്റുകൾ, വാളയാർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ മാർഗം കേരളം വിടാൻ പാടില്ല എന്ന തരത്തിലുള്ള അതീവ ഗൗരവമായ അന്വേഷണമാണ് ഇയാൾക്കെതിരെ നടക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ പോലീസിന് ഇയാളെ കുറിച്ച് യാതൊരു തുമ്പും ഈ സമയം വരെ ലഭിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഹെൽമെറ്റ് ധരിച്ചിരുന്നു, വിരലടയാളം കിട്ടിയിട്ടില്ല, ഗ്ലൗസ് ധരിച്ചിരുന്നു, ഹിന്ദി സംസാരിച്ച് അതും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണെന്നുള്ള ഒരു കണക്കൂട്ടലും പോലീസിന്. എന്തായാലും പോലീസിന്റെ പ്രതിയെ കുറിച്ച് യാതൊരു സൂചനയും ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല.
സാധിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും ആ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. എന്തായാലും പ്രതിയെ പിടികൂടാനാകും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. അതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതിലും വലിയ മോഷണങ്ങൾ നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇപ്പൊ പ്രതിയെ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടായാലും പ്രതിയെ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതികളുടെ നാട്ടിൽ ചെന്ന്, അതായത് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരള പോലീസ് ചെന്ന് പ്രതിയെ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടാനാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ, ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. റൂറൽ എസ്.പി ആണ് ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. എന്തായാലും വിപുലമായ അന്വേഷണമാണ് വടക്കൻ ജില്ലകളിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, തള്ളിക്കളയുന്നില്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മനീഷ്. പ്രതിക്ക് പുറമേ നിന്നുള്ളവരുടെ സഹായം ലഭിച്ചതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടാകുമെന്നാണ് കരുതേണ്ടത് അല്ലേ? പ്രത്യേകിച്ചും ഇതേ ജാക്കറ്റ്, ഹെൽമറ്റ്, ബാഗ്, അതേ നിറത്തിൽ അതേ രൂപത്തിലുള്ള ഹെൽമറ്റും ജാക്കറ്റും ധരിച്ച 4-5 പേരെ സമാന സംഭവ സ്ഥലത്ത് നിന്ന് വിവിധ ദിശകളിലേക്ക് പറഞ്ഞു വിട്ട് അന്വേഷണത്തെ വഴിതിരിപ്പിക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പ്രതിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അനീഷ് ആന്റണി സൂചിപ്പിച്ചത് പ്രകാരം ഇതിന് സമാനമായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരാളെ മാത്രമേ കണ്ടെത്തുകയുണ്ടായിട്ടുള്ളൂ. ആ വ്യക്തിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഇതിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കി യഥാർത്ഥ പ്രതിക്ക് വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തൃശൂർ ഭാഗത്തേക്ക്, ഒപ്പം തന്നെ പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ് അനീഷ് ആന്റണി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.